നടിയെ ആക്രമിച്ച കേസിൽ എങ്ങനെയാണ് എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപ് കുറ്റവിമുക്തരായത് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ 12-ാം തീയതിയായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ദിലീപ് ഉൾപ്പെടെ ഈ കുറ്റക്കാരനല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെ എന്നത് സംബന്ധിച്ച വിധി പ്രസ്താവിച്ചത്. അതിൽ നേരത്തെ തന്നെ 8-ാം തീയതി തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് കുറ്റക്കാർ എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ കുറ്റക്കാർക്കുള്ള ശിക്ഷ കൂടി വിധിച്ചുകൊണ്ടുള്ള വിധി പ്രസ്താവത്തിൽ ആണ് വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1700 പേജുള്ള ഒരു വിശാലമായ വിധി പ്രസ്താവമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഓരോ ഭാഗവും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഇന്നും അതിൻ്റെ തുടർച്ചയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട സാക്ഷികളുടെ മൊഴികൾ അടക്കം കോടതി എങ്ങനെയാണ് പരിശോധിച്ചത്, ആ മൊഴികളിൽ ഉണ്ടായിട്ടുള്ള വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് കോടതി കണ്ടെത്തിയത്, ആ വൈരുദ്ധ്യം ഉൾപ്പെടെ എങ്ങനെയാണ് 8-ാം പ്രതിയായിട്ടുള്ള ദിലീപിന് അനുകൂലമായി മാറിയത് എന്നതാണ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിജീവിതയുടെ മൊഴി തന്നെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ കോടതി വിലയിരുത്തിയത് എന്നതിലേക്കാണ് ആദ്യം പോകുന്നത്. അതിൽ എടുത്തു പറയട്ടെ, ഈ കേസിലെ ഏറ്റവും നിർണായകമാകുന്ന മൊഴി എന്നത് അതിജീവിതയുടേത് തന്നെയാണ്. അതായത് തനിക്ക് വാഹനത്തിലടക്കം ഉണ്ടായ അതിക്രൂരമായ പീഡനത്തെക്കുറിച്ചുള്ള മൊഴി അതിജീവിത വളരെ കൃത്യമായി നൽകിയും അങ്ങനെയാണ് 1 മുതൽ 6 വരെയുള്ള പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തത്. എന്നാൽ 8-ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിന് നേരെ അതിജീവിത നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മൊഴി എന്നത് തന്നോട് ശത്രുതയുള്ള ആൾ അത് നടൻ ദിലീപായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ആ ഗൂഢാലോചന എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. നടൻ ദിലീപിന് തന്നോട് ശത്രുതയുണ്ടായിരുന്നുവെന്നും ആ ശത്രുതയ്ക്ക് ഉള്ള ഒരു പകപോക്കൽ എന്ന നിലയിൽ തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത് എന്നുമാണ് വളരെ കൃത്യമായി പറയുന്നത്. അവിടെ ഈ മൊഴി ഉറച്ചു നിൽക്കുകയായിരുന്നു അതിജീവിത. ഇതിനോട് അല്ലെങ്കിൽ ഇതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള മൊഴികൾ മറ്റു ഭാഗങ്ങളിൽ നിന്നടക്കം ഉണ്ടാവുകയും ചെയ്തു. ഈ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ, അതായത് ഈ മൊഴിയുടെ തുടർച്ച എന്ന നിലയിൽ മറ്റു കുറേ കാര്യങ്ങൾ കൂടി അതിജീവിത കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതെന്തൊക്കെയായിരുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒപ്പം ആ മൊഴികൾ എങ്ങനെയാണ് കോടതി മുഖവിലയ്ക്കെടുക്കാതെ പോയത് എന്നത് നമ്മൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. രഞ്ജിത്തിലേക്ക് പോകുമ്പോൾ, രഞ്ജിത്ത്, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് സ്വാഭാവികമായും അതിജീവിതയുടെ മൊഴിയാണ്. കാരണം അതിജീവിതയാണ് ഈ അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കപ്പെട്ടത്. അവിടെ ഇതാ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ മെമ്മറി കാർഡ് അടക്കം പ്രധാനപ്പെട്ട തെളിവായി കോടതി എടുക്കുന്നു. ഒപ്പം അതിജീവിത അതുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള മൊഴികൾ, പരാമർശങ്ങൾ, കോടതിയിലെ വിചാരണ ഘട്ടത്തിലെ സംസാരം, ഇതെല്ലാം കോടതിക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയം 8-ാം പ്രതിയായിട്ടുള്ള ദിലീപ് കുറ്റമുക്തനാക്കപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. അതെങ്ങനെ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് എന്തൊക്കെയായിരുന്നു 8-ാം പ്രതിയായിട്ടുള്ള ദിലീപിന് എതിരായ അതിജീവിതയുടെ പ്രധാനപ്പെട്ട മൊഴികൾ, അതിൻ്റെ വിശദാംശങ്ങൾ? ഇതിൻ്റെ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ വിറ്റ്നസ് 1, അതായത് പ്രൈം വിറ്റ്നസ്സായി തന്നെയാണ് അതിജീവിതയെ കോടതി കണ്ടതും ആ തരത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയതും. അതായത് PW1 ആണ് അതിജീവിത എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അതിജീവിതയുടെ മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് എത്ര പരമപ്രധാനമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഇവിടെ 2017 ജൂൺ 3-നാണ് അതിജീവിതയുടെ മൊഴി കോടതി രേഖപ്പെടുത്തുന്നത്. അവിടെ തന്നെ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് അവർ വളരെ ഈ സംഭവത്തിന് ശേഷം അവർ ഏറെ ക്ഷീണിതയായിരുന്നു. മാനസികമായും ശാരീരികമായും അവർ ഏറെ അസ്വസ്ഥയായിരുന്നു. മെൻ്റൽ കണ്ടീഷനൊക്കെ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ വളരെ സമയമെടുത്ത് അവരുടെ ഇത്തരത്തിലുള്ള വൈകാരിക തലങ്ങളൊക്കെ പരിഗണിച്ച് തന്നെയാണ് കോടതി മൊഴി രേഖപ്പെടുത്തിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സംഭവം നടന്നതിന് ശേഷം 2 മാസത്തോളം താൻ സ്കോട്ട്ലൻഡിലായിരുന്നു എന്ന് അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. കാരണം തൻ്റെ ഒരു മാനസിക നിലയ്ക്ക് ഒന്ന് മാറ്റാനും മെൻ്റലി ഒന്ന് പ്രിപ്പയർഡ് ആവാനും ഒക്കെ ആയിട്ട് അവർ സ്കോട്ട്ലൻഡ് എന്ന രാജ്യത്ത് 2 മാസത്തോളം താമസിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ഇവിടെ പ്രധാനമായും നമ്മൾ കാണേണ്ടത്, മൊഴി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അതിജീവിത പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് ആകെയുള്ള ഒരു ശത്രു നടൻ ദിലീപാണ്. തന്നെ ശത്രുവായി കാണുന്ന ആളും നടൻ ദിലീപാണ് എന്നുള്ളതാണ്. കാരണം സിനിമാ ഇൻഡസ്ട്രിയിലോ മറ്റ് വ്യക്തിപരമായോ മറ്റേതെങ്കിലും സ്ഥലത്തോ തനിക്ക് ശത്രുക്കൾ ഇല്ലാത്ത ഒരാളാണ്. ഏക ശത്രു ദിലീപാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സംഭവം നടന്നപ്പോൾ, തന്നെ ആക്രമിച്ച ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഇതിന് പിന്നിൽ ദിലീപായിരുന്നു എന്നതിന് വ്യക്ത
വ്യക്തമായ അറിവ് തനിക്കുണ്ടായിരുന്നു. അത്തരം ചില പരാമർശങ്ങൾ ഈ ആക്രമിച്ചവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ തനിക്ക് ഇക്കാര്യത്തിൽ ഒരു ബോധ്യമുണ്ടായിരുന്നു എന്ന് അതിജീവിത പറയുന്നുണ്ട്. ഇക്കാര്യം പിന്നീട് സഹോദരനോട് പങ്കുവെക്കുകയും മറ്റും ചെയ്തു. അതായത് ഇതിൻ്റെ പ്രധാന കാരണമായി തനിക്ക് മനസ്സിലായത് അന്ന് തന്നെ മഞ്ജു വാര്യരും ദിലീപുമായുള്ള വിവാഹബന്ധം തകർന്നതിന് പിന്നിൽ താനാണ് എന്നുള്ള ദിലീപിൻ്റെ തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസമാണ് എന്ന കാര്യത്തിലും തനിക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു എന്ന് കോടതിയിൽ നടി മൊഴിയായി പറഞ്ഞു. പക്ഷേ ഈ സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധം അറിയാം. ഇത് സിനിമാ രംഗത്ത് പാട്ടാണ് ഈ ബന്ധം. സിനിമയിൽ ഈ ബന്ധം അറിയാത്തവരായി ആരുമില്ല എന്നും അതിജീവിത വളരെ കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ സിനിമയിൽ താൻ വന്ന സമയം മുതൽ തന്നെ തന്നെ 7-8 സിനിമകൾ ഈ നടനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്, ദിലീപിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ദിലീപുമായി വളരെ അടുത്ത ബന്ധമുള്ള, വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകളിൽ ഒരാളായിരുന്നു താൻ. ആ ബന്ധത്തിൻ്റെ പുറത്ത് 8ഓളം സിനിമകളിൽ ദിലീപിൻ്റെ നായികയായി, ആ സിനിമകളിൽ പലതും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളുമായിരുന്നു. അത്തരം സിനിമകളുടെയൊക്കെ ഭാഗമാകാൻ തനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആ സമയം മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ കാവ്യ മാധവനും ദിലീപുമായുള്ള ബന്ധം തനിക്കറിയാം. തനിക്ക് മാത്രമല്ല, സിനിമാ രംഗത്തെ എല്ലാവർക്കും അറിയാം എന്ന് അതിജീവിത കോടതിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതായത് അതിനുശേഷം 2010 ശേഷം നിരവധിയായ സ്റ്റേജ് ഷോകൾ ദിലീപുമൊത്ത് താൻ നടത്തിയിരുന്നു. അത് അമേരിക്കൻ ഷോ ഉണ്ടായിരുന്നു, മറ്റു രാജ്യങ്ങളിൽ ഗൾഫ് ഷോകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല രാജ്യങ്ങളിലായി നിരവധിയായ ഷോകൾ തന്നെ കൂടെ ദിലീപ് വിളിച്ചിരുന്നു. കാരണം ആ അടുപ്പം നിലനിന്നുകൊണ്ട് തന്നെയാണ് അത്തരം ഷോകളുടെ ഭാഗമാകാൻ ദിലീപ് തയ്യാറായിരുന്നത്. താൻ മാത്രമല്ല, ദിലീപിനൊപ്പം അന്ന് നായികമാരായി അഭിനയിച്ചിരുന്ന നടിമാരുണ്ട്. ഏതാണ്ട് 5ഓളം ആളുകൾ, താനല്ലാതെ മൊത്തം 6 പേരാണ്, 5ഓളം ആളുകൾ കൂടിയുണ്ട്. ഇവരൊക്കെ ചേർന്നുള്ള സ്റ്റേജ് ഷോകൾ ഇത്തരം രാജ്യങ്ങളിലൊക്കെ വലിയ ഹിറ്റുകളായിരുന്നു. അതിൻ്റെ ഭാഗമാകാൻ താനും എത്തിയിരുന്നു എന്നുള്ളതാണ്. അവിടെ ഈ 2011-10 അമേരിക്കൻ സ്റ്റേജ് ഷോ ആണ് ഇതിലേറ്റവും ഒരു ട്വിസ്റ്റായി, വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഈ നടി കോടതിയെ അറിയിച്ചു. അവിടെ നാദിർഷ, ദിലീപ്, കാവ്യ, ഭാമ, ഒപ്പം കാവ്യയുടെ അമ്മ എന്നിവർ ഈ സ്റ്റേജ് ഷോയുടെ ഭാഗമായി 30 ദിവസത്തോളം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ഒപ്പം റിമി ടോമിയും ഈ സ്റ്റേജ് ഷോയുടെ ഭാഗമായിരുന്നു. കാവ്യ മാധവനും റിമി ടോമിയും സ്ഥിരമായി തൻ്റെ മുറിയിലെത്തുകയും താനുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും ചെയ്ത 2 പേരാണ്. അവർ സ്ഥിരമായി തൻ്റെ മുറിയിലെത്തുമായിരുന്നു. ഒരു ദിവസം ഈ 2 പേര് കൂടി, അതായത് ദിലീപും കാവ്യ മാധവനും കൂടി മുറിയിലേക്ക് വന്നപ്പോൾ തങ്ങൾ 2 പേരും ഈ മുറി വിട്ടുപോയി. സാധാരണ അങ്ങനെ ഒരു പതിവുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ അടുപ്പം അറിയാവുന്നതുകൊണ്ട് ഇവർ 2 പേരും മുറിയിലേക്ക് വന്നാൽ തങ്ങൾ മുറി വിട്ടുപോയി എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. ഒരു ദിവസം കണ്ട കാഴ്ച, ബാത്റൂമിൽ കയറി 2 പേരും, ഈ മുറിയുടെ ബാത്റൂമിൽ കയറി 2 പേരും വാതിലടയ്ക്കുന്ന കാഴ്ചയും കണ്ടു എന്നും ഈ നടി മൊഴിയായി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പിന്നീട് ഇവർ ഷോ എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തുന്നു. തുടർന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ തന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. അന്ന് ഗീതു മോഹൻദാസും മഞ്ജു വാര്യരും ഒപ്പം സംയുക്ത വർമ്മയും, ഇവരൊക്കെ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ്റെ സാക്ഷികളാണ്. സംയുക്ത വർമ്മയുമാണ് തൻ്റെ വീട്ടിലേക്ക് വരികയും മഞ്ജു വാര്യർ കാവ്യ മാധവൻ അയച്ച മെസ്സേജ്, ദിലീപിൻ്റെ പഴയ ഫോണിൽ നിന്ന് കാവ്യ മാധവൻ അയച്ച മെസ്സേജ് തന്നെ കാണിക്കുകയും ചെയ്തത്. തുടർന്ന് ആദ്യഘട്ടത്തിലൊക്കെ താൻ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായില്ല, അല്പം ഒന്ന് ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ ഒരു വൈകാരികമായ രീതിയിലൊക്കെ തനിക്കിത് കേട്ടപ്പോൾ എല്ലാം അറിയാമാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ തൻ്റെ കാര്യം എന്തിനാണ് ബോധ്യപ്പെടുത്തുന്നതെന്ന് ചിന്തയൊക്കെ ആദ്യഘട്ടത്തിൽ വന്നു. പക്ഷേ തൻ്റെ പിതാവ്, തൻ്റെ അച്ഛൻ നിർബന്ധിച്ച പ്രകാരമാണ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മഞ്ജുവിനോട് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഈ മെസ്സേജ് കൂടി കാണിക്കുകയും മറ്റു ചില കാര്യങ്ങൾ, ഇവരുടെ ബന്ധവുമായി സംബന്ധിച്ച മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുകയും ചെയ്തപ്പോഴേക്കും തനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ലാതായി. അപ്പോൾ കാര്യങ്ങൾ മുഴുവൻ മഞ്ജു വാര്യരോട് തുറന്നു പറയേണ്ടി വന്നു എന്നാണ് നടി പറയുന്നത്. പിന്നീട് 2012 ഒരു യൂറോപ്യൻ ട്രിപ്പ് വന്നു. അതും ദിലീപ് ഷോ എന്ന പേരിലുള്ള, ദിലീപും നടിമാരും ചേർന്നുള്ള, മറ്റ് നാദിർഷ അടക്കമുള്ള മറ്റ് കലാകാരന്മാരും ഒക്കെ ഉണ്ട്, മിമിക്രി കലാകാരന്മാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ പങ്കെടുക്കുന്ന ഒരു സ്റ്റേജ് ഷോ, യൂറോപ്യൻ ട്രിപ്പ് വന്നു. പക്ഷേ അതിൽ പങ്കെടുക്കാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നു. അതിന് പ്രധാന കാരണം ഈ വിഷയത്തിൽ താൻ മഞ്ജു വാര്യരോട് തുറന്നു പറഞ്ഞ പല കാര്യങ്ങളും ദിലീപ് അറിഞ്ഞിരിക്കാം എന്ന ശങ്ക കൊണ്ട് ആ ട്രിപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ നേരത്തെ കമ്മിറ്റ് ചെയ്തതിനാൽ, അതായത് കോൺട്രാക്റ്റ് ഒക്കെ വെച്ച് അഡ്വാൻസ് വാങ്ങിയ ഒരു ഷോ ആയതിനാൽ പങ്കെടുക്കാൻ നിർവാഹമില്ലാതായി. അതുകൊണ്ട് തന്നെ ആ ഷോയിൽ പങ്കെടുക്കേണ്ടി വന്നു. ബസ്സിൽ പോകുമ്പോൾ അവിടെ ഷോയുമായി ബന്ധപ്പെട്ട് പല യാത്രകൾ ഉണ്ടാകുമല്ലോ. അതിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ദിലീപ് തൻ്റെ അടുത്ത് വന്നിട്ട് മഞ്ജു വാര്യരോട് ഞാനും കാവ്യയുമായുള്ള ബന്ധം നിങ്ങൾ തുറന്നു പറഞ്ഞോ, മഞ്ജുവിനോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അതിൽ പെട്ടെന്നൊന്ന് ഈ ചോദ്യം കേട്ടപ്പോൾ പെട്ടെന്നൊന്ന് സ്റ്റക്കായി എങ്കിൽ പോലും പെട്ടെന്ന് സമയത്ത് വീണ്ടെടുത്ത് അവിടെ വളരെ ഇതായിട്ട് തന്നെ അവർ പറയുകയാണ്, അതായത് ഞാൻ പറയേണ്ടി വന്നു, അതിനുള്ള
കാരണമായി പറഞ്ഞത് മഞ്ജുവും സംയുക്തയും അടക്കമുള്ളവർ തൻ്റെ വീട്ടിൽ വന്നു. അവിടെ എത്തിയപ്പോൾ തെളിവുകളടക്കം കാണിച്ചപ്പോൾ എനിക്ക് മറ്റ് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ലാതായി എന്നുള്ള മറുപടിയാണ് കൊടുത്തത്. അവിടെ കാവ്യയുടെ അമ്മയും ഇതുമായി ബന്ധപ്പെട്ട ആ ബസ്സിൽ ഉണ്ടായിരുന്നു. കാവ്യയുടെ അമ്മയോടും ഈ ചോദ്യം ചോദിച്ചു. കാവ്യയുടെ അമ്മയും പറഞ്ഞു, അതായത് കാവ്യയുടെ അമ്മയോടും മഞ്ജു സംസാരിച്ചിരുന്നല്ലോ, നമ്മൾ ഇന്നലെ കൃത്യമായി പറഞ്ഞിരുന്നതാണ്. കാവ്യയുടെ അമ്മയും പറഞ്ഞു തനിക്കും ഇത് പറയേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ ദിലീപ് ഇത്തരം കാര്യങ്ങൾ വീണ്ടും പല ഘട്ടങ്ങളിലും ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി. അതിനുശേഷം പറഞ്ഞത് മഞ്ജുവിനോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മാറ്റി പറയണം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് 1-2 സിനിമകളൊക്കെ ചെയ്യാം. സിനിമകൾ ചെയ്താൽ നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാണെന്നും നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്നും മഞ്ജുവിന് ബോധ്യപ്പെടും. അതുകൊണ്ട് 1-2 സിനിമകളിലൊക്കെ നിനക്ക് അവസരം തരാം. അതുകൊണ്ട് മഞ്ജുവിനോട് ഇത്തരം കാര്യങ്ങൾ മാറ്റി പറയണം എന്നും ദിലീപ് പറഞ്ഞു എന്ന് ഈ മൊഴിയുടെ ഭാഗമായി ഉണ്ട്. എന്നിട്ട് മറ്റൊരു കാര്യം പറഞ്ഞത്, അങ്ങനെ മാറ്റി പറഞ്ഞില്ലെങ്കിൽ, എനിക്കൊപ്പം നിന്നില്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താക്കും. കാരണം എനിക്കെതിരെ നിൽക്കുന്ന ആരും സിനിമാ രംഗത്ത് വാഴില്ല എന്നുള്ള ഭീഷണി സ്വരത്തിലുള്ള ദിലീപിൻ്റെ ഒരു സംസാരവും ഈ ഘട്ടത്തിൽ ഉണ്ടായി. അതായത് ഇതൊക്കെ യൂറോപ്യൻ ട്രിപ്പിൻ്റെ ഭാഗമായാണ് ഉണ്ടായി എന്ന് ദിലീപ് മൊഴിയായി പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പിന്നീട്